ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം. ഭഗവാന്റെ അപാരമായ കൃപാകടാക്ഷം കൊണ്ട് നമുക്ക് ഇന്ന് സത്സംഗത്തിലിരിക്കാനായിട്ട് സാധിച്ചു. എല്ലാവരും ഒരുപാട് കൊതിയോട് കൂടിയിട്ട് കാത്തിരിക്കുകയാണ് ഇന്നത്തെ ഒരു സത്സംഗത്തിന്. എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മുടെ പുസ്തക പ്രകാശനത്തിൻ്റെ വിശേഷങ്ങളും ഗുരുവായൂർ ഏകാദശിയുടെ വിശേഷങ്ങളൊക്കെ കേൾക്കാൻ കൊതിച്ച് കാത്തിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഓടി വന്നതാണ്. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇങ്ങനെ ധാരാളം പേരെ ഗുരുവായൂർ വെച്ച് കണ്ടു. ഏകാദശിക്ക് വന്നിട്ട് നമ്മുടെ കൃഷ്ണ കുടുംബത്തിലെ അനവധി പേര് വന്നിട്ടുണ്ടായിരുന്നു. ഗുരുവായൂരപ്പൻ്റെ നടയിൽ വെച്ചിട്ട് എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. പിന്നെ അമ്പലത്തിലായ കാരണം അധികം സംസാരിക്കാനൊന്നും പറ്റാണ്ട് കണ്ട് ചിരിക്കുക മാത്രമേ ഉള്ളൂ. പ്രേമപുഷ്പാഞ്ജലി ഉള്ളതാണ് കേട്ടോ എന്ന് പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞ് ചിരിക്കാൻ മാത്രം. അവിടെ പിന്നെ വേറെ വർത്തമാനങ്ങളുടെ ആ ലോകം തന്നെ വേറെയാണല്ലോ. അത് കാരണം അങ്ങനെ ഉണ്ടായുള്ളൂ. പക്ഷെ ആർക്കും അതിൽ പരിഭവമൊന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പുണ്ട്. കാരണം നമ്മുടെ പ്രേമപുഷ്പാഞ്ജലി നമ്മുടെ കൃഷ്ണ കുടുംബത്തിലുള്ളവർക്ക് ആർക്കും പരിഭവം ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. നമ്മൾ കാരണം ഒരുപാട് തവണ അതിനെപ്പറ്റി ഇവിടെ പറഞ്ഞതാണ്. നമ്മൾ ഭഗവാന്റെ അടുത്ത് ചെല്ലുമ്പോൾ കണ്ട ഭാവം നടിക്കുക എന്നല്ലാണ്ട് അതിലപ്പുറം കാര്യങ്ങൾ സംസാരിക്കാനിരിക്കുക, ഫോട്ടോ എടുക്കാതിരിക്കുക, അതൊന്നും വേണ്ട. ഭഗവാന്റെ മുമ്പിൽ വെച്ച് കണ്ടത് അത് തന്നെയാണ് ഭഗവാന്റെ അനുഗ്രഹം. അപ്പോൾ ആ കൃഷ്ണബന്ധുക്കളുടെയൊക്കെ എല്ലാ കൃഷ്ണബന്ധുക്കളുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കണം. ഒരുപാട് പേര് പ്രാർത്ഥനയായിട്ട് അവരവരുടെ ഗൃഹങ്ങളിലിരുന്ന് പ്രാർത്ഥനയായിട്ട് ഇരിക്കണം. എല്ലാവരുടെയും പാദത്തിൽ ഒരുപാട് സ്നേഹത്തോടു കൂടിയിട്ട് നമസ്കരിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും അനുഗ്രഹവും കൊണ്ട് എല്ലാം ഭംഗിയായിട്ട് നടന്നു കേട്ടോ. പുസ്തക പ്രകാശനമൊക്കെ ഗംഭീരമായിട്ട് നടന്നു. എല്ലാവരും പറഞ്ഞത് കൊണ്ട് തന്നെയാണ് നിങ്ങളെല്ലാവരും നമ്മുടെ കൃഷ്ണബന്ധുക്കളായിട്ടുള്ളവർ മാത്രമല്ല, നമ്മുടെ പുസ്തകം ധന്യം വൃന്ദാവനം എന്നുള്ള പുസ്തകം ചെയ്തത് ഗംഗാ ബുക്സുകാരാണ്. അപ്പോൾ അവിടെയുള്ള സുജേഷ് എപ്പോഴും പറയും കഥകൾ പുസ്തകാക്കൂ എന്ന് പറയാറുണ്ട്. അപ്പം അങ്ങനെ പറഞ്ഞ് അതൊക്കെ അങ്ങനെ എഴുതി ഒന്ന് സ്വരൂപിച്ച് വച്ചപ്പോൾ തന്നെ മനസ്സിൽ വിചാരം ഉണ്ടായത് ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ കൊണ്ട് സമർപ്പിക്കുക, കുമാരേട്ടന് ഒരു പുസ്തകം കൊടുക്കുക. അങ്ങനെയാണ് ഇതിൻ്റെ പ്രകാശനം എന്ന് മനസ്സിൽ സങ്കല്പിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് വലിയ ഇതൊന്നും വേണ്ട, അങ്ങനെ മതി. ഗുരുവായൂരപ്പൻ്റെ അത്രയും മതി. ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം ഉണ്ടാവണം, എല്ലാവർക്കും സന്തോഷമാവണം, അത്ര തന്നെയായിരുന്നു ആഗ്രഹം. അപ്പം അങ്ങനെ ഞങ്ങൾ ഭഗവാൻ നിശ്ചയിച്ചൊരു സമയം എന്ന് പറഞ്ഞത് ഈ 9-ാം തീയതി നവമിയുടെ അന്ന്, നവമി വിളക്കിൻ്റെ അന്ന് ആയിരുന്നു. 10:30 സമയത്താണ് പ്രകാശനം ഉണ്ടായത്. 9 മണിക്കാന്നാണ് പറഞ്ഞിരുന്നത് നാരായണാലയത്തിൽ വെച്ചിട്ട്. പക്ഷേ സന്മ്യാനന്ദ സ്വാമിജികൾ വരാനായിട്ട് കുറച്ച് സമയം വൈകി. സ്വാമിജി എത്തണവരെ കാരണം അത് ഭഗവാന്റെ നിയോഗമാണ്. നിങ്ങൾ നടക്കിൽ വെച്ചിട്ട് ഇതിങ്ങനെ ചെയ്യണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഗംഗാ ബുക്സുകാർ പറഞ്ഞു, പുസ്തകം കാത്തിരിക്കാൻ ഒരുപാട് പേരുണ്ടാവില്ലേ,
അവർക്ക് ഫോട്ടോസൊക്കെ കാണാനെങ്കിലും സാധിക്കില്ലേ? ഫോട്ടോ എടുക്കാൻ സാധിക്കണം എവിടെയെങ്കിലും വെച്ചിട്ടാണെങ്കിൽ നല്ലതായിരുന്നു. വെറുതെ ഫോട്ടോസ് എടുക്കാൻ വീഡിയോസ് എന്തെങ്കിലും എടുക്കാൻ സാധിച്ചാലായല്ലോ. ഞാനായിട്ട് ഫോട്ടോസും വീഡിയോസും ഒന്നും എടുത്തിട്ടില്ല, കുറേ പേര് എടുത്തിട്ടുണ്ട്. പക്ഷെ അപ്പം അങ്ങനെ നാരായണത്തിലാവാമെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാമിജിയോട് ചോദിച്ചപ്പോൾ സ്വാമിജിക്ക് സന്തോഷമേ ഉള്ളൂ. ശരിക്കും ജന്മസുഹൃതം ആ ഭഗവാന്റെ കാരുണ്യം തന്നെ പറയാം. അപ്പോൾ പറഞ്ഞു ഞാനും വരുന്നുണ്ട്, അന്നേ ദിവസം രാവിലെ ഞാൻ അവിടെ എത്തുന്നു പറഞ്ഞു. അപ്പോൾ അതൊരുപാട് സന്തോഷമായി. ഒരിക്കലും നമ്മളത് പ്രതീക്ഷിക്കാത്ത കാര്യമാണ്, ഭഗവാന്റെ ഇച്ഛയാണ് അതെന്ന് മനസ്സിലായി. അപ്പം അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് തന്നെ കുമാരേട്ടന് ഇത് കൊടുക്കാൻ സാധിക്കാൻ ഭാഗ്യമായല്ലോ എന്ന് ആഗ്രഹിച്ചു. അന്ന് രാവിലെ തന്നെ, തിങ്കളാഴ്ച രാവിലെ തന്നെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ അവിടെ രാവിലെ നേരത്തെ അകത്ത് കടന്ന് തൊഴുത സമയത്ത് തന്നെ പുസ്തകം കൊണ്ടുപോയി നമ്മുടെ ഇപ്പോഴത്തെ മേൽശാന്തിയായിരിക്കുന്ന ആ ശ്രീജിത്ത് തിരുമേനി അദ്ദേഹം ആത്മാർത്ഥമായിട്ട് പൂജിച്ച് തന്നു കേട്ടോ. അങ്ങനെ ആ ഭഗവാന്റെ പുസ്തകം അവിടെ നിന്ന് പൂജിച്ചു വാങ്ങി, ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ച് പൂജിച്ചു വാങ്ങി അവിടെ നിന്ന്. അങ്ങനെ പറഞ്ഞ സമയത്തിന് കാത്തിരുന്നു കൊണ്ട് നാമം ജപിച്ചുകൊണ്ട് ഞങ്ങളൊക്കെ നാരായണീയത്തിൽ കാത്തിരുന്നു. അങ്ങനെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നമ്മളുടെ ഗ്രന്ഥത്തെ പുസ്തകം ഇതിലെഴുതിയേക്കണ എഴുത്ത് കാണിച്ചു തരാം ഞാൻ പുസ്തകം. അപ്പോൾ പുസ്തകം ഇപ്പോൾ ധാരാളം പേര് ചോദിക്കുന്നുണ്ട്, റെഡി ആയിട്ടില്ല കേട്ടോ. തൽക്കാലം ഇതൊന്ന് പ്രകാശനം കഴിഞ്ഞു എന്നുള്ള 2 ആഴ്ചയും കൂടി കഴിയും പുസ്തകം ശരിക്കും എല്ലാവരിലേക്ക് എത്തിക്കാൻ. അപ്പോൾ അഡ്രസ്സ് ധാരാളം പേര് ഗംഗാ ബുക്സുകാർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അവരതൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ട്. പുസ്തകം ആയാൽ അവരയച്ചു തരും, അതെന്നോട് പറയാൻ പറഞ്ഞു പ്രത്യേകിച്ച്. അപ്പോൾ ഇത് ഇത്രയും വലിയൊരു ഗ്രന്ഥം എന്ന് നമുക്ക് തോന്നും, വലിപ്പം കൊണ്ടല്ല പറഞ്ഞതിൻ്റെ മഹത്വം കൊണ്ട്. കാരണം പൂന്താനം മുത്തച്ഛനും കുറൂരമ്മയും ഭക്തമീരിയൊക്കെ ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരുപാട് ഭക്തന്മാരുടെയൊക്കെ കഥകൾ ശരിക്കും ആ മുത്തുമണികൾ, കൃഷ്ണപ്രേമത്തിൽ ആ പ്രേമസാഗരത്തിലുള്ള മുത്തുമണികൾ തന്നെ പറക്കിയെടുത്തിട്ട് കോർത്തൊരു മാല തന്നെയാണ് നമ്മുടെ പ്രേമസിന്ധുവിലെ മുക്താവലികൾ എന്നുള്ള ഈ പുസ്തകം. ഈ പുസ്തകത്തിൻ്റെ പിന്നിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത് ഗുരുവായൂരപ്പൻ തന്നെയാണ്. ആ ഗുരുവായൂരപ്പൻ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ കൊതി ഉണ്ടാക്കിയിട്ട് അവരെ കൊണ്ടൊക്കെ പ്രാർത്ഥിച്ചു, പറയിപ്പിച്ചു, പ്രാർത്ഥിച്ചു. അവരൊക്കെ പ്രാർത്ഥിച്ചു. അങ്ങനെ കുറേ കൃഷ്ണബന്ധുക്കളുടെ പ്രാർത്ഥന. അതുപോലെ എടുത്തു പറയേണ്ടത് എനിക്ക് എപ്പോഴും ഗംഗാ ബുക്സുകാർ അവിടെ തന്നെയാണ്. അവിടുത്തെ ജയരാജേട്ടൻ്റെ കാര്യം എനിക്ക് പറയാൻ വാക്കുകളില്ല. അദ്ദേഹം അച്ഛൻ്റെ സ്ഥാനം എന്ന തന്നെയാണ് പറയേണ്ടത്. അദ്ദേഹം ആദ്യമായിട്ട് നമ്മുടെ ധന്യം വൃന്ദാവനം പുസ്തകം അത് കുറച്ച് പേരിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിച്ച് കൊണ്ടുചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ പൈസയൊന്നുമില്ല. അതിന് ഇനിയിപ്പോൾ ഒരു തവണ പൈസയൊക്കെ കൊടുത്ത് 40,000-45,000 രൂപയൊക്കെ ചിലവാക്കി ഇറക്കി. അപ്പോൾ അതൊക്കെ ധാരാളം പേരിലേക്ക് എത്തിക്കുക ചെയ്തത്. അത് സൗജന്യമായിട്ട് തന്നെ കുറേ എത്തിച്ചു, കുറേ പേരിലേക്ക് സൗജന്യമായിട്ട് എത്തിച്ചു. പിന്നെ കുറച്ചൊക്കെ ഓരോ വാങ്ങിയവരൊക്കെ പൈസ തന്നിരുന്നു. എന്നാലും അടുത്ത ഒരു ഭാഗം അടിച്ചിറക്കാനുള്ള ഒരു സാമ്പത്തികമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താ ചെയ്യുക, ഇതെല്ലാവരിലേക്കും എത്തിക്കണമെന്നും ആഗ്രഹമുണ്ട്. ഗുരുവായൂരപ്പ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഒരിക്കൽ ഞാൻ കോഴിക്കോടുള്ള സമയത്ത് അവിടെ മിഠായി തെരുവിൽ ഒരു ഹനുമാൻ്റെ അമ്പലമുണ്ട്. അവിടെയൊക്കെ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ തൊഴാൻ പോകലുണ്ട് ഇടയ്ക്ക്. അപ്പോൾ എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ നേരെ മിഠായി തെരുവിൽ വന്ന് ഇറങ്ങിയിട്ട് അവിടെ ഭഗവതി ഉണ്ട്. ഭഗവതിയുടെ നടയിൽ തൊഴുത്, ഹനുമാൻ സ്വാമിയെ തൊഴുത്, പിന്നെ അതിലെങ്ങനെ പോയി കഴിഞ്ഞാൽ അതിനുള്ളിൽ വേറൊരു ക്ഷേത്രമുണ്ട്. അത് ഗുജറാത്തികളുടെയാണ്. ഞാൻ ആ പേര് പെട്ടെന്ന് മറന്നുപോയി. ക്ഷേത്രമൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ. അവിടെ പോയി തൊഴുത്, പിന്നെ നേരെ തളിയിൽ പോയി തളി മഹാദേവരെ തൊഴുത്, ഗണപതിയെ തൊഴുത്, അങ്ങനെ മാസത്തിലൊരിക്കൽ അങ്ങനെ ഒരു യാത്ര ഉണ്ടായിരുന്നു. 2 പേരോ 3 പേരോ അതിലും കൂടുതൽ ആരുമില്ല, ഞങ്ങൾ തൊഴാറുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു തവണ പോണ സമയത്ത് ഈ ഗംഗാ ബുക്സൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരോടൊന്ന് ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞ് അടുത്ത തവണ പോയപ്പോൾ ഞാൻ ഈ ധന്യം വൃന്ദാവനത്തിൻ്റെ ഒരു കോപ്പി എടുത്ത് കയ്യിൽ വെച്ചു. ആദ്യം അച്ചടിച്ചൊരു കോപ്പി എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതെടുത്ത് കയ്യിൽ വെച്ചിട്ട് അവരുടെ അടുത്ത് ചോദിക്കുക ചെയ്തത്, ഇതൊന്ന് പബ്ലിഷ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ
അദ്ദേഹം അതിങ്ങനെ തിരിച്ചും മറിച്ചും നോക്കിയിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഇത് തരാനായിട്ട്, ഇത് പബ്ലിഷ് ചെയ്യാനായിട്ട് അതിന് ചിലവാവണ പൈസയൊന്നും തരാൻ എൻ്റെ കയ്യിലില്ല. ഇത് പബ്ലിഷ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുമല്ലോ വരുമാനം, അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചിലവായതൊക്കെ മുഴുവനും എടുത്തതിന് ശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം തന്നാൽ മതി, ഇല്ലെങ്കിൽ തന്നില്ലെങ്കിലും വിരോധമില്ല. എനിക്ക് ഈ പുസ്തകം ധാരാളം പേരിലേക്ക് എത്തണം എന്നാണ് ആഗ്രഹം എന്ന് പറഞ്ഞു. അപ്പോൾ ജയരാജേട്ടൻ തിരിച്ചും മറിച്ച് നോക്കിയിട്ട് എൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചു. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ആദ്യമായിട്ടോ ഇങ്ങനെ ഒരാൾ ചെന്ന് ഒരു കാര്യം പറയണത്, കയ്യിൽ 10 പൈസയിൽ അത് ചെയ്തു തരുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഞാനിങ്ങനെയൊന്നും ഇങ്ങനെ ചെയ്യാറില്ല, വേറൊരു കാര്യമൊന്നും പുസ്തകങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാറില്ല. എന്നാലും എന്താണാവോ വന്ന് അപ്പം അന്ന് എന്നെ മാഡം എന്നൊക്കെയാണ് വിളിച്ചത്. മാഡം വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പറ്റില്ല എന്ന് പറയാൻ തോന്നണില്ല, ഇതിവിടെ ഇരിക്കട്ടെ, ഞാനൊന്ന് വായിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു. അതവിടെ വച്ചു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചപ്പോൾ ഞാനിങ്ങനെ സിവിൽ സ്റ്റേഷനിലാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു തവണ വീട്ടിലൊക്കെ വന്ന് അവിടുത്തെ ഭഗവാന്റെ അന്നെന്തോ ഒരു വിശേഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഭഗവാന് നേരിച്ച പ്രസാദമൊക്കെ കൊടുത്ത് അവിടെ വന്ന് പൂജാമുറിയിലൊക്കെ വന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമായി. അദ്ദേഹം പറഞ്ഞു, ഞാൻ തീർച്ചയായിട്ടും ഒരു വഴിയുണ്ടെങ്കിൽ ചെയ്യാൻ, ഞാൻ അതൊന്ന് വായിച്ചു നോക്കട്ടെ. കാരണം പുസ്തകങ്ങളൊക്കെ ഇറക്കി കഴിഞ്ഞിട്ട് അത് ചിലവായില്ലേ, അവിടെ കെട്ടിക്കെടുക്കാൻ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അത് വായിച്ച് തുടക്കമായ വഴിക്ക് അദ്ദേഹത്തിന് പെട്ടെന്ന് ഡൽഹിക്ക് ഒരു യാത്ര പോകേണ്ടി വന്നു. അപ്പോൾ ഇത് കുറച്ച് വായിച്ചത് കൊണ്ട് എന്ത് ചെയ്തു, അദ്ദേഹം അവിടുന്ന് നേരെ വൃന്ദാവനത്തിലേക്കും പോയി. അപ്പോൾ ആ വൃന്ദാവനത്തിലേക്ക് എത്താൻ പറ്റി, അത് അദ്ദേഹത്തിന് ഒരു നിമിത്തമായിട്ട് തോന്നി. അദ്ദേഹം ഏറ്റെടുത്തു പുസ്തകം ചെയ്യാൻ. അങ്ങനെയാണ് നമ്മുടെ ധന്യം വൃന്ദാവനം അദ്ദേഹത്തിൻ്റെ അന്ന് ഉള്ള ആ ഒരു സ്നേഹബന്ധം. പിന്നീട് അദ്ദേഹം ഒരു കാര്യത്തിനും, നമ്മൾ പറയണ ഒരു കാര്യത്തിനും തടസ്സം പറഞ്ഞിട്ടില്ല എന്നുള്ളത് അവരുടെ ആ ഒരു വലിയ ആ ഒരു മനസ്സ്. അതിൻ്റെ മുമ്പിൽ എത്ര നമസ്കരിച്ചാലും മതിയാവില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകനും ഇപ്പോൾ അച്ഛനേക്കാൾ കൂടുതൽ അടുപ്പം മകനായിട്ടാണ് സുജേഷ്. എന്ത് കാര്യം പറഞ്ഞാലും അതങ്ങനെ വേണ്ട, പറ്റില്ല, ചെയ്യണ്ട, വേണ്ട എന്നൊന്നും പറയാ അങ്ങനെ ഒരു വാക്ക് അദ്ദേഹത്തിനില്ല. അദ്ദേഹം എന്ത് പറഞ്ഞാലും ആവാലോ എന്നാ പറയുള്ളൂ, ഒരു ബുദ്ധിമുട്ടേ പറഞ്ഞിട്ടില്ല. ചിലപ്പോഴൊക്കെ ചിലതൊക്കെ ഇപ്പോൾ ഈ പുസ്തകം തന്നെ ഇറക്കണ സമയത്ത് ടൈപ്പ് ചെയ്തൊക്കെ വരുമ്പോൾ ചില വ്യത്യാസങ്ങൾ സാധാരണ ഒരാൾക്ക് നോക്കുകയാണെങ്കിൽ അത് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ളതുണ്ട്. എന്നാലും എനിക്ക് ചില വ്യത്യാസങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ ഒരു വിഷമമാണ്. ചില അക്ഷരങ്ങൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് അതിൻ്റെ പകുതിക്ക് തൊട്ട് വേറെ അങ്ങനെ എഴുതുമ്പോൾ എത്തുവാനുള്ള എന്നുള്ളത് എത്തു എന്നൊരു ഭാഗത്ത് വാനുള്ള എന്ന് അപ്പുറത്ത് എഴുതുമ്പോൾ എനിക്കത് വായിക്കുമ്പോൾ ഒരു വിഷമമാണ്. അങ്ങനെയുള്ള ചെറിയ മിസ്റ്റേക്കുകളേ ഉള്ളൂ. അതിൽ ഇപ്പോൾ തിരുത്തിയില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാലും അതൊക്കെ പറയുമ്പോൾ അത് നമുക്ക് ശരിയാക്കാം. ഈ പുതിയ പ്രേമസിന്ധുവിലെ മുക്താവലികൾ പുസ്തകം ഇറങ്ങിയതിന് ശേഷം കൂടി അതിൽ ഒരു തിരുത്ത്, അതിന് വരെ പലതവണ എന്നോട് പറയും ഇതിൻ്റെ പ്രൂഫ് നോക്കൂന്ന്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ഇത് കാണില്ല, ഞാൻ എഴുതിയത് തന്നെ ആയ കാരണം. അപ്പോൾ അതും ജയരാജേട്ടൻ തന്നെ ഏറ്റെടുത്തിട്ട് പ്രൂഫ് നോക്കലും തിരുത്തലും എല്ലാ കാര്യവും അദ്ദേഹത്തിന് ഇത് എഴുതി കൊടുക്കുക എന്നുള്ളൊരു ചുമതല മാത്രമേ എനിക്കുള്ളൂ. ബാക്കിയൊക്കെ ഗുരുവായൂരപ്പൻ്റെയും അവരുടെയും തന്നെ പുസ്തകം എന്ന് പറയാം. പേര് മാത്രം വലിയ ഗമയിൽ വച്ചേക്കണമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത്രയും മഹത്തരായിട്ടുള്ള ഒരു അനുഭവമാണ്, അത് പറയാണ്ട് വയ്യ. പിന്നെ ഞാനവിടെ പോയിരുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ധാരാളം നല്ല പുസ്തകങ്ങൾ, പിന്നെ പല വിധത്തിലുള്ള ആ ഗംഗാ ബുക്സിൽ നിന്ന് കിട്ടാൻ ധാരാളം പുസ്തകങ്ങൾ തന്നെയാണ് പ്രധാനം. പിന്നെ അതുകൂടാണ്ട് പല വിധത്തിലുള്ള പൂജാദ്രവ്യങ്ങൾ, വിഗ്രഹങ്ങൾ, അങ്ങനെ ഒരുപാട് മാല, അതായത് മാല എന്ന് പറഞ്ഞാൽ നമ്മളുടെ രുദ്രാക്ഷമാലകൾ, അങ്ങനെയുള്ളത് ഒക്കെ, ചന്ദനത്തിൻ്റെ മാലകൾ, അങ്ങനെയുള്ള സാധനങ്ങൾ, കുറേ സാധനങ്ങൾ അവിടെ ധാരാളം ഉണ്ട്. ഏറ്റവും മെയിനായിട്ട് പുസ്തകം തന്നെയാണ്. ആ പുസ്തകം, ധാരാളം പുസ്തകങ്ങൾ കണ്ടാലും നമുക്ക് മതിയാവില്ല, കൊതി തീരൂല, ഇതൊക്കെ വായിക്കാൻ തോന്നും. അത്രയും പുസ്തകങ്ങളുണ്ട്. അപ്പം നിങ്ങൾക്കൊക്കെ ഏതെങ്കിലുമൊക്കെ പുസ്തകം വായിക്കാൻ ആഗ്രഹമുണ്ട്, അതെവിടെയാണ് കിട്ടുകയെന്ന് ഞാൻ ആദ്യം ഇവരോട് ചോദിച്ചു നോക്കിക്കോളൂ. അവിടെ ഉണ്ടാവാതിരിക്കില്ല, എല്ലാ പുസ്തകം അവിടെ ഉണ്ടെന്ന് തോന്നണം. അപ്പോൾ അങ്ങനെയാണ് അവിടെ പോയിരുന്നു. അപ്പോൾ ഇത് നമ്മളുടെ ഇത്രയൊക്കെ പറഞ്ഞു മുഖവര പറയാണ്ട് പറ്റില്ല, അതുകൊണ്ടാണ് ഇത്രയും മുഖവര പറഞ്ഞത്. അവരെ പറ്റി പറയാണ്ടിരുന്നാൽ
അത് ഗുരുവായൂരപ്പനും കൂടി സങ്കടമാവും. അത്രയും കാര്യമാണ്. ഇപ്പോൾ ഈ ഓരോ കാര്യത്തിനും അതെ നമ്മൾ ഇത്രയും ഒരു പുസ്തക പ്രകാശനം നടത്തിയതിന് ഞാൻ അവിടെ ചെന്ന് വലിയ ആളായിട്ട് നിന്നു പുസ്തകം പൂജിച്ച് മേടിച്ചു എന്ന് മാത്രമല്ലാണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളും എനിക്കറിയേണ്ടി വന്നിട്ട് എല്ലാം അവർ തന്നെയായിട്ട് എടുത്ത് ചെയ്തത്. അത് തന്നെയാണ് അവരുടെ ആ ഒരു മനസ്സിൻ്റെ മുമ്പിൽ എത്ര നമസ്കരിച്ചാലും മതിയാവില്ല. അത്രയും ആ സ്നേഹമാണ്. എന്നും എപ്പോഴും ഗുരുവായൂരപ്പൻ ആ സ്നേഹം നിലനിർത്തട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥന. ഇനി നമ്മൾ കൊതിയോടുകൂടി കാത്തിരുന്ന പുസ്തകം നമ്മൾ കണ്ടിട്ടുണ്ടാവും. ചെറിയ ചെറിയ വീഡിയോകൾ ഓരോരുത്തർ ചെയ്തത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് പ്രേമസിന്ധുവിലെ മുക്താവലികൾ എന്നുള്ള പുസ്തകത്തിൻ്റെ. അപ്പോൾ ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിച്ചാൽ ഇതൊരു കവറിൻ്റെ ഉള്ളിലാണ് പുസ്തകം ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാൻ ഒരു കവറുണ്ട്, ഇങ്ങനെ ഒരു കവറ്. ആ കവറിൻ്റെ ഉള്ളിലാണ് ഈ പുസ്തകം ഉള്ളത്, പ്രേമസിന്ധുവിൽ. ഇത് വായിക്കുമ്പോൾ തിരിഞ്ഞിട്ടാണ് ഈ ഫ്രണ്ട് ക്യാമറ ആയ കാരണം ഇതിൻ്റെ ബാക്ക് ഭാഗം ഇതാണ്. അങ്ങനെ സുന്ദരമായിട്ടുള്ള ഈ ചിത്രത്തെ പറ്റി പ്രത്യേകം പറയാണ്ട് പറ്റില്ല. ഈ ചിത്രം വരച്ചു തന്നത് ഗോവിന്ദ് എന്നുള്ള ഒരു മോനാണ് ഇത് വരച്ചു തന്നത്. അപ്പോൾ ഗോവിന്ദ് ഞങ്ങൾ തമ്മിൽ ചെറിയൊരു ബന്ധം കൂടി ഉണ്ടെന്ന് പറയാം. എൻ്റെ മകൻ്റെ വൈഫിൻ്റെ റിലേഷനാണ്, വൈഫിൻ്റെ അച്ഛൻ്റെ റിലേഷനാണ്, മരുമകനായാണ് ആ കുട്ടി. പക്ഷേ അതിലുപരി ഈ ഒരു പ്രായത്തിലൊക്കെ ഇത്ര കൃഷ്ണഭക്തിയുള്ളവരൊക്കെ ഉണ്ടാവുമെന്ന് തോന്നും. അത്രയും ചെറിയ പ്രായത്തിൽ ഇങ്ങനെ ഒരു ഭക്തിയുള്ളൊരു മോൻ, അത്രയും കൃഷ്ണഭക്തിയാണ്. ഈ വക ചിത്രങ്ങളെല്ലാം ആ കുട്ടി ഇപ്പോഴത്തെ ഒരു പുതിയ ടെക്നിക്ക് ഉണ്ടല്ലോ, AI എന്നുള്ളത്, അതിൽ ആ കുട്ടി തന്നെ ചെയ്ത ചിത്രമാണ് ഇതൊക്കെ. മനോഹരമായി ചിരിക്കുന്ന ഈ കണ്ണൻ എന്തൊരു ഭംഗിയാന്ന് നോക്കൂ. കണ്ണൻ്റെ ചിരി, ആ കണ്ണൻ്റെ ഒരു ഇരിപ്പും ചിരിയും നോക്കൂ, ആസ്വദിച്ചിട്ടിരിക്കുന്നു. ആ കണ്ണനെ എങ്ങനെ നോക്കൂ. അതിലുള്ള ഓരോ പശുക്കൾ ഇതൊക്കെ ജീവനുള്ള പോലെയാണ് തോന്നണത്, ശരിക്കും ജീവനുള്ള പോലെ. ആ പശുക്കളുടെയൊക്കെ മുഖം നോക്കൂ, ഒക്കെ ജീവനുള്ള പോലെയാണ്. അത്രയും മനോഹരം. അങ്ങനെയാണ്. പിന്നെ ഇവിടെ വെണ്ണയൊക്കെ കട്ട് കൊണ്ടുവന്ന് കിടക്കയുടെ ഉള്ളിൽ കൊണ്ടുവന്ന് വെച്ച് അവിടെ കിടന്ന് ഇങ്ങനെ അമ്മ വരുന്നുണ്ടോയെന്ന് നോക്കണ ഒരു കണ്ണനെയാണ് ബാക്കിൽ തന്നിരിക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ള ചിത്രമാണ്. കണ്ടോ, വെണ്ണ ഇരിക്കണുണ്ടോ? ഈ ചിത്രം തന്നെ ശരിക്കും അത്രയും. അപ്പോൾ ഇത് വരച്ച് തന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഇതിനിപ്പോൾ വളരെ ചിലവൊക്കെ ഉണ്ടാവില്ല, ഇതിങ്ങനെ എന്താ ചെയ്യണ്ടേ മോനെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ചേച്ചി ഇത് ഗുരുവായൂരപ്പന് സമർപ്പിച്ചതാണ്, എൻ്റെ ചേച്ചിക്ക് ഞാൻ സ്നേഹത്തോടു കൂടി തരുന്നതാണ്. ഇത് ചേച്ചിയുടെ ഇത് മുഖചിത്രമായിട്ട് കാണാൻ കൊതിച്ച് ഞാൻ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് തന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഭാഗം ഇങ്ങനെ ഉള്ളിലും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ കുറൂരമ്മ, പൂന്താനം തിരുമേനി, ഭക്തമീര, വെങ്കട്ടരമണൻ, ഉടുപ്പി ശ്രീകൃഷ്ണൻ, സൂർദാസ്, തുളസീദാസ് ഗോസ്വാമി, ചൂടിക്കൊടുത്ത നാച്ചിയാർ, തുളുക്കു നാച്ചിയാർ, രസ്ഖാൻ, മാതാശ്രീ, തിരുകൊണ്ട വെങ്കമ്മാമ്പ, ഭക്തനായ ചൊക്കാമേള, ഇവരുടെയൊക്കെ കഥകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നമുക്കിതിൻ്റെ അവതാരിക എഴുതി തന്നത് കൈതപ്രം തിരുമേനിയാണ് അതിൻ്റെ അവതാരിക എഴുതി തന്നത്. ഇതിൻ്റെ ഉള്ളിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആ ചിത്രം തന്നെ മനോഹരമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഏത് നിലയ്ക്ക് വരുമ്പോഴും എന്തൊരു ഭംഗിയാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയാലും ഇങ്ങനെയായാലും. അപ്പം അങ്ങനെ ഇതൊക്കെ മനോഹരമായിട്ട് ഗ്രന്ഥം നമുക്കിതാ ഭഗവാൻ കനിഞ്ഞു തന്നു. ഇതിനിടയ്ക്കൊക്കെ അവർ കഴിയുന്നത് പോലെയുള്ള ചിത്രങ്ങൾ, ഭഗവാന്റെ ചിത്രങ്ങളൊക്കെ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇടയിൽ ചിത്രങ്ങളുണ്ട്. ഓരോ കഥയ്ക്ക് അനുയോജ്യമായിട്ട് ഇടയിൽ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്തായാലും എല്ലാം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. എല്ലാവിധത്തിലുള്ള ചിത്രങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഹരേ കൃഷ്ണ.
പിന്നെ ഓരോ ഒരു ക്ഷേത്രങ്ങളെ പറ്റിയിട്ട് കുട്ടംകുളങ്ങരയൊക്കെ പറഞ്ഞപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ചിത്രം അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വൃന്ദാവനത്തിലെ കുറച്ച് ചിത്രങ്ങൾ ഓരോന്നിൻ്റെയും കൊടുത്ത് അങ്ങനെയുള്ള ചിത്രങ്ങളും കൊടുത്തിട്ടുണ്ട്. വൃന്ദാവനം പുസ്തകധന്യം വൃന്ദാവനത്തെ കുറിച്ചിട്ട് 2 അക്ഷരം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെയും ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഏകദേശം. അപ്പം അങ്ങനെ നമ്മളുടെ കൊതിച്ച് കാത്തിരുന്ന പ്രേമസിന്ധുവിലെ മുക്താവലികൾ എന്നുള്ള ആ ഒരു ഗ്രന്ഥം ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ആ പൂന്താനം കണ്ണൻ്റെ മുമ്പിൽ വെച്ച് നാരായണാലയത്തിൽ വെച്ച് ഒരുപാട് നാമം ജപിച്ച് നാമാചാര്യൻ്റെ അടുത്ത് വച്ചിട്ട് അവിടെ ഇരുന്ന് നാരായണ നാമജപത്തോട് കൂടിയിട്ട് അത് പ്രകാശനം ചെയ്തു. ഹരേ രാമ നാമജപം ഉണ്ടായിരുന്നു, നാരായണ നാമം എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം കൊണ്ടും എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും എല്ലാം ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം കൊണ്ട് നമുക്കെല്ലാം ഗംഭീരായി. ഇനി പുസ്തകം വേണം എന്ന് ആഗ്രഹമുള്ളവർ ഗംഗാ ബുക്സുമായിട്ട് ബന്ധപ്പെടുക. ആ ഗംഗാ ബുക്സിനെ കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഫോൺ നമ്പർ ഞാൻ പറയാം, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഫോൺ നമ്പർ പറയാം. ഇതിൽ 2 നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലിപ്പോൾ ഏത് നമ്പറിലായാലും വിളിച്ച് ചോദിച്ചാൽ അവർ ഏത് നമ്പറിലാണ് അയക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു തരും. ഇതിൽ കല്യാണി എന്ന് എഴുതിയിട്ട് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ഞാനതിൻ്റെ ഈ ഒരു വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ അതൊന്നും കൂടി ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഇടാം. അതുകൊണ്ടാണ് ലൈവ് വരാഞ്ഞത്. അപ്പോൾ അപ്പോൾ ഈ ഒരു നമ്പറുള്ളത് ഫോട്ടോ ഇതിലേക്ക് ഇട്ട് തരാം. അപ്പോൾ കൂടുതൽ വ്യക്തമായിട്ട് നിങ്ങൾക്കത് കാണാൻ പറ്റുമല്ലോ. 8660647471 അങ്ങനെ ഒരു നമ്പറാണ് തന്നിരിക്കുന്നത്. ഇതിലുള്ളത് 8660647471 അപ്പോൾ ഈ ഒരു നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ ഗംഗാ ബുക്സ് അവർ അത് തരും. പിന്നെ ആ സമയത്ത് നമ്മുടെ ആ ഒരു പ്രകാശന സമയത്ത് അവിടെ ഗുരുവായൂർ ശശിയേട്ടൻ, അവിടുത്തെ കിഷാന്തി തിരുമേനി ശശിയേട്ടനെ അറിയാത്തവരുണ്ടാവില്ല. അദ്ദേഹത്തിന് ഗുരുവായൂർ ഓൺലൈൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരു എങ്ങനെയാണ് എനിക്ക് ആ പേര് അത്ര അറിയില്ല കേട്ടോ. പേര് ഞാൻ പറയുന്നത് തെറ്റാണോ എന്നറിയില്ല. അദ്ദേഹത്തിന് ചാനലുണ്ട്, ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ചാനലുള്ള ആളാണ്. ഭഗവാന്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയാറുണ്ട്. ധാരാളം പേരുടെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാറുണ്ട്. പിന്നെ അതുകൂടാണ്ട് അവിടെ ഗുരുവായൂരപ്പൻ തന്ന മക്കളുണ്ടായിരുന്നു, അവരൊക്കെ അവിടെ എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ബാലാമണി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അജീഷ് പാട്ട് പാടിയത് നമുക്കറിയാലോ അല്ലേ. ഒരു മയിൽ പീലി ഞാൻ നൽകാം കണ്ണാന്നുള്ള പാട്ട് പാടിയ മോൻ അജീഷ് വന്നിട്ടുണ്ടായിരുന്നു. നിഖിൽ വന്നിട്ടുണ്ടായിരുന്നു. സിന്ധു വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഐശ്വര്യ വന്നിട്ടുണ്ടായിരുന്നു. ധാരാളം പേര് അങ്ങനെ ഉണ്ടായിരുന്നു. ശ്രീദേവിയൊക്കെ എല്ലാവരും ആ ഒരു ഇതിൽ പങ്കെടുത്തു. അങ്ങനെ നമ്മളുടെയൊക്കെ പ്രതിനിധികളായിട്ടാണ് ഇവരൊക്കെ വന്നത്. നമുക്ക് എല്ലാവർക്കും അവിടെ വരാൻ പറ്റാത്തത് കൊണ്ട്. പിന്നെ ഇതൊക്കെ കേട്ടറിഞ്ഞിട്ട് നമ്മളിവിടെ ഇതിന് മുമ്പ് പറഞ്ഞാലും കേട്ടറിഞ്ഞിട്ടും വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യമുള്ള പോലെ തന്നെയാണ്. ഗോവിന്ദും വന്നിട്ടുണ്ടായിരുന്നു. ഗോവിന്ദും അവിടെ എത്തിച്ചേർന്നു. ആ സമയത്ത് കുമാരേട്ടനും ഗോവിന്ദനും അതുപോലെ ശശിയേട്ടനൊക്കെ സ്വാമിജിക്കൊക്കെ ഓരോ ആ മുക്താവലികൾ അതായത് മുത്തുമണികൾ കോർത്തതാണോ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നും കോർത്തതല്ല. ആ മുത്തുമണികൾ ഇങ്ങനെ പറക്കിയെടുത്ത് വാരി കൊടുക്കണ പോലെയാണ് അനുഭവം ഉണ്ടാവണേ. അങ്ങനെ അതിഗംഭീരമായിട്ടുള്ള ആ ഒരു ഭഗവാന്റെ കാരുണ്യം തൊട്ടറിഞ്ഞ നിമിഷങ്ങളാണ്. അതാണ് നമ്മുടെ പ്രേമസിന്ധുവിലെ മുക്താവലികളുടെ വിശേഷങ്ങൾ. ഇത് കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ വിശേഷങ്ങൾ, ഏകാദശിയുടെ വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പോൾ അത് അടുത്ത അവസരത്തിൽ പറയാം. കാരണം ഇതിങ്ങനെ എഡിറ്റ് ചെയ്ത് ഞാൻ രണ്ടും എഡിറ്റ് ചെയ്തിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആ എഡിറ്റ് ചെയ്തിട്ട് പറയുമ്പോൾ കുറേശ്ശെയായിട്ട് പറയുമ്പോഴാണ് അത് സുഖം. അതുകൊണ്ട് അടുത്ത
ഭാഗത്തിൽ നമ്മളെ ഗുരുവായൂർ ഏകാദശി വിശേഷങ്ങൾ കേൾക്കാം. അതുവരെ എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ പാദത്തിൽ ഈ സന്തോഷവും ഈ പറഞ്ഞ വാക്കുകളും നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ വാക്കുകളും ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പാ ശരണം. ജയ് ജയ് ശ്രീ രാധേശ്യാം രാധേശ്യാം രാധേശ്യാം.